സ്ക്രീൻ കാണാൻ പറ്റണ്ട ഷെയർ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോണത് വാതക നിയമങ്ങളുടെ കുറച്ച് പാട്ടാണ് കേട്ടോ. വാതക നിയമങ്ങള് 3-4 നിയമങ്ങളേ ഉള്ളൂ വാതക നിയമത്തില്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. പിന്നെ കെമിസ്ട്രി ഇന്നത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കണത്. ഓക്കെ. അപ്പൊ ആ വാതക നിയമത്തില് ഒന്നാമത്തെ നമ്മൾ പഠിക്കണത് ബോയിൽ നിയമത്തെ പറ്റിയാണ് കേട്ടോ. ആദ്യത്തെ നിയമമാണ് ബോയിൽ നിയമം. അത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം പറയണ ഒരു നിയമമാണ്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ഒരു ഗ്യാസ് ലോ ആണ് ബോയിൽ നിയമം. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം എന്നിവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് റോബർട്ട് ബോയിൽ. ബോയിൽ നിയമം പറയണത് താപനില സ്ഥിരമായിരിക്കും, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തവും മർദ്ദവും, അതായത് വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ബോയിൽ നിയമം പറയണത്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രഷറും അതേപോലെ തന്നെ വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് വി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് പറയണത്. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു പി എന്നാണ് പറയുക. ഇതിപ്പോ ഇവിടെ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ്. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ, വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. ഇനി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും. അതാണ് ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇതൊരു സ്ഥിരാങ്കം എന്നുള്ള രീതി പ്രൊപ്പോർഷണാലിറ്റിനെ കാണിക്കുന്ന സൈനാണ് ഇത്. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/p. ഒന്നുമില്ല, പി വി ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ. ഈ P1 V1 ഈക്വൽ ടു P2 V2 ഫോമിലേക്ക് എഴുതണത് ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ പി എസ് സിയിൽ അങ്ങനെ കാണാറില്ല. ഒന്നുമില്ല, ഒരു P1 തന്നിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു പ്രഷർ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു വോളിയം കണ്ടിട്ട് V2 തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ P2 തന്നിട്ടുണ്ടാവും. ഇതിലെ ഏതെങ്കിലും 3 തരും. ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനുള്ളത് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കാണാറില്ല ക്വസ്റ്റ്യൻ. അത് എന്നാലും ഞാൻ കൊടുത്തു എന്നുള്ളൂ. ഇനി ഈ ബോയിൽ നിയമം മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങളൊരു അക്വേറിയം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വായു കുമിള ഇങ്ങനെ പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അക്വേറിയത്തിൽ? അപ്പൊ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്നവർ കൂടി വരുന്നു. ഈ നിങ്ങൾ അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ അതിന്റെ ഉള്ളില് ബബിൾസ് പോണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മുകളിലേക്ക് വരും തോറും ഈ ബബിൾസിന്റെ വലിപ്പം കൂടി കൂടി വരും. താഴെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബബിളിന്റെ വലിപ്പം കുറവായിരിക്കും. അതെന്താ? താഴെ ഭയങ്കര മർദ്ദം കൂടുതലാ, ഏറ്റവും താഴെ. അപ്പൊ മർദ്ദം കൂടുതലായതുകൊണ്ട് അവിടെ എന്താ, വോളിയം കുറവായിരിക്കും വരിക. അപ്പൊ കുമിളയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി മുകളിലെത്തുമ്പോ പ്രഷർ കുറവായിരിക്കും. അപ്പൊ എന്താ, വോളിയം കൂടി കൂടി വരും. അപ്പൊ മുകളിലെത്തുമ്പോ വായു കുമിളയുടെ വലിപ്പം കൂടി കൂടി വരും. ഈ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായോ? ബോയിൽ നിയമം മനസ്സിലായോ? വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. അതിന് എക്സാമ്പിൾ ആണ് അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം നോക്കാൻ പറയണത്. ഈ എക്സാമ്പിൾ ചോദിക്കും, ഇത് ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നുള്ളത് ഏത് നിയമമാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പല രീതിയിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയഗ്രം തരും. ഡയഗ്രം തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഇത് ഏത് വാതക നിയമത്തിന് എക്സാമ്പിൾ ആണ് ഈ ഗ്രാഫ് എന്ന് ചോദിക്കും. ഇവിടെ നോക്കിയേ, പ്രഷർ
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v രീതിയിലാണ് ഗ്രാഫ് വന്നത്. ഇവിടെ 1/v എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നത്. അതായത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇവിടെ ഈ കർവ് ഇങ്ങനെ വളഞ്ഞു വരാൻ കാരണം ഇവിടെ പിയും ഇവിടെ വിയും കൊടുത്തേക്കണം. അപ്പൊ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് ഗ്രാഫ് വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിൽ 1/v ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വന്നത്. ഓക്കെ, ഇത് ഈ ഗ്രാഫ് ഏതിന്റെ ഗ്രാഫ് ആണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമത്തിന്റെ ഗ്രാഫാണ്. നോക്കുക, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ ഉള്ളത് നോക്കുക. ഇവിടെ ഒരിടത്ത് പ്രഷർ കൊടുത്തിട്ടുണ്ട്, ഒരിടത്ത് 1/v കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാഫാ തന്നേന്നുണ്ടെങ്കിൽ പിയും വിയും തന്നെ തരും, പക്ഷെ ഗ്രാഫിന്റെ ആകൃതി ഒരു പരാബോളയുടെ ഷേപ്പിലായിരിക്കും. മറ്റേത് 1/v ആണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ക്ലിയർ ആയോ ഗ്രാഫ്? ക്ലിയർ ആയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് ഏത് നിയമത്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ബോയിൽ നിയമം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി അവഗാഡ്രോ നിയമം. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, പറഞ്ഞോ. നമ്മളിപ്പോ ബോയിൽ നിയമം മാത്രം പഠിച്ചിട്ടുള്ളൂ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ബോയിൽ നിയമമാണെന്ന്. അതെന്തുകൊണ്ടാ? ഈ വീർപ്പിച്ച ഒരു ബലൂണ് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ അവിടെ എന്താ, വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലാവുമ്പോ എന്ത് ചെയ്യും? വോളിയം കുറയും, ബലൂണിന്റെ വലിപ്പം കുറയും. അതാണ് അതിന്റെ പിന്നിലെ ലോജിക്ക്. നേരത്തെ നമ്മൾ അക്വേറിയത്തിന്റെ എയർ ബബിൾസിന്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്, സെയിം ലോജിക്ക് തന്നെ. അടുത്ത നിയമമാണ് വ്യാപ്തവും താപനിലയും. അതായത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന നിയമമാണ് ഇനി പറയാൻ പോണം. അതിനെ പറയുന്ന പേരാണ് ചാൾസ് നിയമം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ്. അതിന്റെ ജാക്വസ് ചാൾസ്. ആ നിയമമാണ് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, നേരത്തെ അവിടെ ടെമ്പറേച്ചർ ആണ് സ്ഥിരമായിരുന്നത്, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് വോളിയം പ്രൊപ്പോർഷണൽ ടു ടി എന്നുള്ളതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. വോളിയം പ്രൊപ്പോർഷണൽ ടു ടി. അതിന് എക്സാമ്പിൾ ആണ് ഒരു ബലൂണെ വീർപ്പിച്ച ഒരു ബലൂൺ വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അതിന്റെ പിന്നിലുള്ള കാരണം, വെയിലത്ത് വെക്കാന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ വോളിയം കൂടും, അതിന്റെ ഉള്ളിലെ വായു വികസിക്കും. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ താങ്ങാവുന്നതിലും കൂടുതൽ വ്യാപ്തമായി കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അത് തന്നെ കാര്യം. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടും, കാരണം താപനില കൂടുമ്പോൾ ബലൂണിന്റെ വ്യാപ്തം കൂടുന്നു. ഈ നിയമം പറയുന്ന നിയമമാണ് ചാൾസ് ലോ. ഇനി അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുക്കുമിളയുടെ വലിപ്പം കൂടി വരുന്നത് ഏത് വാതക നിയമത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ അത് ബോയിൽ ലോ. ഇനി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടണത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ചാൾസ് നിയമം. ഇനി വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വോളിയം കുറയണത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ അത് ബോയിൽ നിയമം. ഇനി ചാൾസ് നിയമത്തിൽ താപനില അളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. പറഞ്ഞാൽ മതി. ഗ്രാഫ് ചോദിക്കാറുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോ നേരത്തെ പോലെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് v/t ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ എന്ന് എഴുതാം. v1 t1 ഈക്വൽ ടു v2 t2. ഇത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമുല കേട്ടാ. ഗ്രാഫ് പഠിച്ചു വെക്കുക. വോളിയം കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും. ആ ഒരു ഗ്രാഫ്. അപ്പൊ ഈ എക്സ് ആക്സിസും വൈ ആക്സിസിലും നോക്കിയിട്ട് വേണം ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് നിയമമാണെന്ന് തീരുമാനിക്കാനായിട്ട്. ഇപ്പൊ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ട് വോളിയം ടെമ്പറേച്ചറും തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രേറ്റ് ലൈൻ തന്നാൽ അത് ചാൾസ് നിയമത്തിന്റെയാണ്. ഇനി വോളിയോ പ്രഷറും ആണ് തന്നേണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഇവിടെ നോക്കാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിലായിരിക്കും ഗ്രാഫ് വരിക. ഒരു സൈഡിൽ 1/v പിയും ആണ് തന്നെന്നുണ്ടെങ്കിൽ അത്
ബോയിൽസ് നിയമമാണ്. ഇനി ഗ്രാഫ് ഇങ്ങനെ കർവ്ഡ് ഗ്രാഫ് തന്നെ പിയും വിയും തന്നാന്നുണ്ടെങ്കിലും അത് ബോയിൽസ് നിയമമാണ് കേട്ടോ. ഇനി അടുത്തൊരു നിയമമാണ് ഗേ-ലുസാക്ക് നിയമം. ഗേ-ലുസാക്ക് നിയമം ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം വോളിയം സ്ഥിരമായിരിക്കുമ്പോൾ അതിന്റെ മർദ്ദം ആബ്സല്യൂട്ട് സ്കെയിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. അത് ഒന്നുമില്ല, പ്രഷർ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന നിയമമാണ് ഗേ-ലുസാക്ക് നിയമം കേട്ടോ. പ്രഷർ ടെമ്പറേച്ചറുമായിട്ട് അത് തന്നെയാണ് ഈ ഗ്രാഫിൽ കാണിച്ചത്. പ്രഷർ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന നിയമം ഏതാന്ന് ചോദിച്ചാൽ അത് ഗേ-ലുസാക്ക് നിയമം കേട്ടോ. ഇനി അടുത്തതാണ് അവഗാഡ്രോ നിയമം. ഇവിടെ നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വ്യാപ്തം അതായത് വോളിയം പ്രൊപ്പോർഷണൽ ടു എൻ നമ്പർ ഓഫ് മോൾസ്, തന്മാത്രകളുടെ എണ്ണം നമ്മൾ പറഞ്ഞില്ലേ, അത് ആ തന്മാത്രകളുടെ എണ്ണത്തിനോട് പ്രൊപ്പോർഷണൽ ആയ അതിനെ നമ്മൾ പറയണ പേരാണ് അവഗാഡ്രോ ലോ. വി പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറയണതാണ് അവഗാഡ്രോ ലോ ട്ടാ. വോളിയം നമ്പർ ഓഫ് മോൾസിനോട് പ്രൊപ്പോർഷണൽ ആണ് എന്ന് കാണിക്കണ നിയമമാണ് അവഗാഡ്രോ നിയമം. ഇത്രയും നിയമങ്ങൾ കിട്ടിയോ? ഈ പറഞ്ഞ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്ക് ലോ, അവഗാഡ്രോ ലോ, 4 ലോയും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ആരും ഒന്നും പറയണല്ലോ. എന്നാ ഞാൻ ലാസ്റ്റ് 2 ലോസ് അല്ലെ. ലാസ്റ്റത്തെ ഗേ-ലുസാക്ക് ലോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള നിയമം തന്നെയാണ്. ഇവിടെ നമ്മുടെ വോളിയം സ്ഥിരമായിരിക്കുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം സാധാരണ ഇതിൽ ഗേ-ലുസാക്കിൽ ചോദിക്കണത്. പ്രഷർ മർദ്ദം ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന നിയമം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട. പ്രഷർ ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള നിയമം ഏതാന്ന് ചോദിച്ചാൽ അത് ഗേ-ലുസാക്ക് നിയമം. നിങ്ങൾക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം കൂടി ഈ അവഗാഡ്രോ കൂടി പറഞ്ഞിട്ട് വരാം. ഇതേ സെയിം സാധനം തന്നെ ഇവിടെ ടെമ്പറേച്ചറും മർദ്ദവും കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ വോളിയം നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണതിനെ പറയണ നിയമമാണ് അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണവും കൂടും, തന്മാത്രകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. അങ്ങനെ പറയണ നിയമമാണ് അവഗാഡ്രോ നിയമം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ഇതിന്റെ ആൻസർ പറഞ്ഞു നോക്ക്, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. ഇത് ഒരു വിമൻ CPOയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം. ഓപ്ഷൻ എ ബോയിൽ നിയമം, ഓപ്ഷൻ ബി ചാൾസ് നിയമം, ഓപ്ഷൻ സി ഗേ-ലുസാക്ക് നിയമം, ഓപ്ഷൻ ഡി അവഗാഡ്രോ നിയമം. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും ഏതായിരിക്കും നിയമം? മർദ്ദം താപനിലയും. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും. ഒരാൾക്ക് ആൻസർ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവര്? ചാൾസ് ലോ അല്ലടാ. ചാൾസ് ലോ വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത്. അതിന്റെ എക്സാമ്പിൾ വെച്ച് നോക്ക്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബലൂൺ ഗ്യാസ് നിറച്ച് ഒരു വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോവും. അവിടെ ടെമ്പറേച്ചർ കൂടുന്നു, അപ്പൊ വോളിയം കൂടുന്നു, അതുകൊണ്ട് ബലൂൺ പൊട്ടുന്നു. അപ്പൊ ആൻസർ എന്തിട്ടാ? ഇങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരിക. വാതകങ്ങളുടെ മർദ്ദവും താപനില. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബോയിൽസ് ലോ ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അത് വോളിയം P പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും, പ്രഷർ കൂടിയ വോളിയം കുറയും. ഇനി വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ചോദിച്ചാൽ അത് ഗേ-ലുസാക്ക് നിയമം. ഗേ-ലുസാക്ക് നിയമം കേട്ടോ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ അക്വേറിയത്തിന്റെ കാര്യം ഒരു ക്വസ്റ്റ്യൻ വന്നത് ചോദിക്കാം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരും തോറും ഓപ്ഷൻ എ മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കുറയുന്നു, ഓപ്ഷൻ ബി മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു, ഓപ്ഷൻ സി മർദ്ദം കൂടുന്നതിനാൽ കുമിളയുടെ വലിപ്പം കുറയുന്നു, ഓപ്ഷൻ ഡി മർദ്ദം കൂടുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ആൻസർ പറഞ്ഞേ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടില്ല, ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് പറഞ്ഞാൽ മതി. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരും തോറും എന്താ ചെയ്യാ?
വലുതായി വരും. ആ വലുതായി ആൻസർ പറ. മർദ്ദം കുറയുന്നതിനാൽ വലിപ്പം കൂടുന്നു. അത് തന്നെ. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോളില്ലേ? വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? വാതകങ്ങളുടെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒക്കെ ചോദിച്ചെഴുതില്ലേ? അതിനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാ? വാതകത്തിന്റെ വ്യാപ്തവും അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണവും പ്രസ്താവിക്കുന്ന നിയമം. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേര് കിട്ടാത്തോണ്ടാണോ? അവഗാഡ്രോ ട്ടാ. അവഗാഡ്രോ. ഓക്കെ. ഇനി അടുത്തതാണ് വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം. ഇപ്പൊ നമ്മള് V പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകം, അതായത് മർദ്ദവും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും, ഒരു മോളുള്ള ഈ പറഞ്ഞ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു മോള് ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. മർദ്ദവും താപനിലയും സ്ഥിരമാണ്. അപ്പൊ എന്താ? മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു മോൾ ഏത് വാതകം എടുത്താലും അതിന്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണ സമയത്ത് ഒരു മോൾ തന്നെ എടുക്കണം കേട്ടോ. ഒരു മോൾ തന്നെ വാതകം, ഏത് വാതകം ഒരു മോൾ എടുത്താലും അതിന്റെ ഉള്ളിലുള്ള തന്മാത്രകളുടെ എണ്ണം സെയിം ആയിരിക്കും എന്നാണ് പറയണത്. അതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു. ഇനി 273 കെൽവിൻ താപനില, 1 ATM, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നിവയെ പറയണ പേരാണ് STP. ചോദിച്ചിട്ടുണ്ട്. STP എന്ന് പറഞ്ഞാൽ എന്താ? STPയുടെ ഫുൾ നെയിം ആണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നതിന് അത് പറയണത് 273 കെൽവിനും 1 ATM പ്രഷറിനെ പറയണ പേരാണ് STP എന്ന്. 273 കെൽവിൻ താപനില, 1 ATM മർദ്ദത്തിനെ പറയുന്ന പേരാണ് STP ട്ടോ. ഇനി ഈ STP സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഇത് STPയിലെ മോളാർ വ്യാപ്തം. ഈ 22.4 ലിറ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കും. STP സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന്റെ വ്യാപ്തം എത്രയെന്ന് ചോദിച്ചാൽ അത് 22.4. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യം, അതിലെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പൊ STPയിൽ ഒരു വാതകം എടുത്തു കഴിഞ്ഞാൽ അതില് ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാവും. ഒരു മോളിന് 22.4 ലിറ്റർ. ഇനി അത് 2 മോളാണെങ്കിൽ അതിന്റെ വ്യാപ്തം എങ്ങനെയാ? 2 × 22.4. 3 മോളാണെങ്കിലോ 3 × 22.4 കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു STPയിലുള്ള ഏതൊരു വാതകത്തിന്റെയും 22.4 ലിറ്റർ വ്യാപ്തം എടുത്ത് അതിന്റെ തന്മാത്രകൾ എത്രയാന്ന് ചോദിച്ചാൽ അത് 6.022 × 10⁻23 ആണ്. ഇതിനെ നമ്മൾ ഈ 6.022 × 10⁻23 എന്ന് പറഞ്ഞ ഈ വാല്യൂവിനെ നമ്മൾ പറയണതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അപ്പൊ PSCക്ക് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അവഗാഡ്രോ നമ്പർ എത്രയാന്ന് ചോദിക്കാറുണ്ട്. അവഗാഡ്രോ നമ്പർ എത്രയാ? 6.0, ഞാൻ എഴുതാനുള്ള 022 × 10⁻23 പറയണ പേരാണ് അവഗാഡ്രോ ലോ. അപ്പൊ STPയില് ഒരു മോള് ഏത് വാതകം എടുത്താലും 22.4 ലിറ്റർ ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു കാര്യമുള്ളൂ, STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഇത്തിരി ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ATM പ്രഷറും അതേപോലെ തന്നെ 273 കെൽവിനും ഉള്ളതിനെയാണ് നമ്മൾ STP എന്ന് പറയുക. STP സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാവും. ഇനി ഇതില് എത്ര തന്മാത്രയുണ്ട്? 22.4 ലിറ്റർ വോളിയം എന്ന് പറഞ്ഞത് 6.022 × 10⁻23 ആണ്. ഈ നമ്പറിനെ പറയുന്ന പേരാണ് അവഗാഡ്രോ നിയമം. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാം. STPയിൽ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
22.4 ലിറ്റർ ആണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോൾ എടുത്തു കഴിഞ്ഞാൽ വോളിയം എത്രയെന്ന് ചോദിച്ചാൽ 22.4 ലിറ്റർ. എസ് ടി പിയിൽ 1 മോൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എത്രയാ? അത് 22.4 ലിറ്റർ. എസ് ടി പിയിൽ 1 മോൾ നൈട്രജൻ എടുത്തു, അതിന്റെ വോളിയം എത്രയെന്ന് ചോദിച്ചാലോ അത് 22.4 ലിറ്റർ. ഇനി അപ്പൊ അതാണ് ഈ പറഞ്ഞേക്കണേ. ഒരു എക്സാമ്പിൾ കൊടുത്തേണതാ. എസ് ടി പി സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളെണ്ണം കാണാൻ വേണ്ടിയിട്ട് തന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എഴുതാൽ മതി. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. എസ് ടി പിയിൽ 44.48 ലിറ്റർ ഉണ്ടെങ്കിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. എസ് ടി പിയിൽ 44.8 ലിറ്റർ ഉണ്ടെങ്കിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ തന്ന 44.8 ലിറ്ററിനെ ഡിവൈഡഡ് ബൈ 1 മോളിൽ 22.4 അല്ലേ, ബൈ 22.4 ചെയ്താൽ 2 മോളെന്ന് കിട്ടും. ഈ കണക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ? എസ് ടി പിയിൽ ഏത് വാതകം എടുത്താലും അതിന്റെ വോളിയം എത്രയാന്ന് ചോദിച്ചാൽ അത് 22.4 ലിറ്റർ. എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ 22.4 ലിറ്റർ. എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എസ് ടി പിയിൽ 22.4 ലിറ്റർ വോളിയം ആണെങ്കിൽ അതിന്റെ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ 6.022 ഇൻറ്റു 10⁻23 ആണ് അതിന്റെ അത്. അപ്പൊ എസ് ടി പി 44.8 ലിറ്റർ വോളിയം ഉള്ള ഒരു ഇതിന്റെ മോളിക്കൂളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എങ്ങനെയാ ചെയ്യാ? ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണുക. അതായത് ഇപ്പൊ ഇവിടെ എസ് ടി പിയിൽ 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മോള് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? എസ് ടി പിയിൽ 44.8, ഇവിടെ 44.8 എഴുതാ. എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിൽ 22.4 ആണെന്ന് അറിയാം. അപ്പൊ ബൈ 22 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 മോള് കിട്ടും. ഇനി എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യാ? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. സോറി, എന്താ പറ്റിയെന്നറിയില്ല, ഒന്നും ലെഫ്റ്റ് ആയിട്ടില്ല. ഇത് ക്ലിയർ ആയോ? ഈ പറഞ്ഞത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ അടുത്തേക്ക് പോട്ടെ ഞാൻ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഇടാം കേട്ടോ. ഓക്കെ.
ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണതാണ് അക്വാറീജിയ. ഈ കഴിഞ്ഞ എൽ ഡിയുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആണ് അക്വാറീജിയ എന്ന് പറഞ്ഞ. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന സാധനമാണ് ഈ അക്വാറീജിയ. എന്തുകൊണ്ട് ഇത് അക്വാറീജിയ എന്നറിയപ്പെടുന്നത്, അല്ല രാജകീയ ദ്രാവകം എന്നറിയപ്പെടാൻ കാരണം നമ്മുടെ ഈ സ്വർണോ പ്ലാറ്റിനോ ഒക്കെ ലയിക്കുന്ന ദ്രാവകമാണ് അക്വാറീജിയ. അതുകൊണ്ടാണ് ഇതിനെ രാജകീയ ദ്രാവകം എന്ന് പറയുന്നത്. അപ്പൊ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയാണ്. ഈ അക്വാറീജിയ ലായനിയുടെ നിറം ഏതാന്ന് ചോദിച്ചാൽ അത് മഞ്ഞ നിറാണ് കേട്ടോ. അക്വാറീജിയയുടെ നിറം ചോദിച്ചാൽ അത് മഞ്ഞ നിറാണ്. പിന്നെ അക്വാറീജിയ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. ജാബിർ ഇബിൻ ഹയാൻ എന്ന് പറഞ്ഞ ഒരാളാണ് അക്വാറീജിയ കണ്ടുപിടിച്ചത്. അക്വാറീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബിൻ ഹയാൻ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. ഇനി സ്വർണോ പ്ലാറ്റിനോ ലയിക്കുന്ന ദ്രാവകമാണ് അക്വാറീജിയ എന്ന് നമ്മൾ പറഞ്ഞു. ഈ അക്വാറീജിയ എന്ന് പറഞ്ഞ സാധനത്തിന്റെ നിറം മഞ്ഞ കളറാണ്. ഇത് ചോദിക്കേണ്ട, ഇതിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. മഞ്ഞ കളറാണ്. ഇത് എന്തിന്റെയൊക്കെ ഒരു മിക്സ്ചർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിക്സ്ചർ ആണ്. HCl-ന്റെയും HNO3-യുടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെ മിക്സ്ചറിനെയാണ് നമ്മൾ അക്വാറീജിയ എന്ന് പറയാം. ഇനി ഈ റേഷ്യോ എപ്പോഴും വരണതാണ്, ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എൽഡിയിൽ ഈ അക്വാറീജിയയുടെ ഏരിയയിൽ കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അക്വാറീജിയയിലെ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും റേഷ്യോ ആണ് 1:3. 1:3. ഇനി നേരെ തിരിച്ചു വെച്ചാലോ, അക്വാറീജിയയിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയാണ് റേഷ്യോ എന്ന് ചോദിച്ചാൽ അത് 3:1 ആവൂട്ടാ. അപ്പൊ നോക്കി ചെയ്യുക. ആദ്യം വന്നേക്കണ നൈട്രിക് ആസിഡും രണ്ടാമത് വന്നേക്കണത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ റേഷ്യോ 1:3 ആണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചേക്കണത് അക്വാറീജിയയിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും റേഷ്യോ ആണെന്ന് ചോദിച്ചാൽ അത് 3:1 ആണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് നമ്മള് റേഷ്യോ പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ മറ്റേ ദോശയുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ നമ്മള് ഇപ്പൊ 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണല്ലോ എടുക്കണത്. നമ്മള് പച്ചരിയുടെയും ഉഴുന്നിന്റെയും റേഷ്യോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 1:2 എന്ന് പറയും. ഇനി ഉഴുന്നിന്റെയും പച്ചരിയുടെയും റേഷ്യോ, സോറി നേരെ തിരിച്ചു, ഉഴുന്നാണല്ലോ കുറവ്, പച്ചരി കൂടുതലാണല്ലോ. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ മാറിക്കഴിഞ്ഞാൽ അത് മാറൂലോ. നമ്മൾ 1 ഗ്ലാസ് പച്ചരിക്ക് പകരം 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും എടുക്കുന്നതിന് പകരം 1 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് പച്ചരി എടുത്താൽ ശരിയാവില്ലല്ലോ. ആ റേഷ്യോ തെറ്റിപ്പോവില്ലേ. അതാണ് ഈ റേഷ്യോ തെറ്റാണ്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അക്വാറീജിയയിലെ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അനുപാതം 1:3 കേട്ടോ. ഇനി അക്വാറീജിയമായി സമ്പർക്കം വരികയോ ശ്വസിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ്. നമ്മളത് അതുമായിട്ട് അത് ശ്വസിക്കാനൊന്നും പാടില്ല. ത്വക്ക്, കണ്ണ്, ഗുരുതരമായ പരിക്ക്, പൊള്ളൽ എന്നിവയ്ക്ക് കാരണമാകും. ഇനി അക്വാറീജിയ ലായനിയിൽ ജൈവ വസ്തുക്കൾ ചേർക്കുന്ന പൊട്ടിത്തെറിക്ക് കാരണമാകും. വെള്ളമൊക്കെ കോരി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. പിന്നെ അക്വാറീജിയ നിറച്ച നമ്മൾ ഈ അക്വാറീജിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി അപ്പൊ തന്നെ ബാക്കി എന്തെങ്കിലും വന്നാൽ ഡിസ്പോസ് ചെയ്ത് കളയണം. അത് ഒരിക്കലും ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് വെളിച്ചെണ്ണ സൂക്ഷിക്കണ മാതിരി എടുത്ത് സൂക്ഷിക്കാൻ പറ്റണ സാധനമല്ല. അക്വാറീജിയ നിറച്ച കുപ്പി ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല. അത് സ്ഫോടന സാധ്യതയുണ്ട്. ഉപയോഗത്തിന് മുമ്പ് അക്വാറീജിയ ഫ്രഷ് ആക്കുകയും ഉപയോഗത്തിന് ശേഷം അധികം ഉള്ളത് നിർവീര്യമാക്കുകയും ചെയ്യണം. ഇനി അക്വാറീജിയ എപ്പോഴും ശേഖരിക്കേണ്ടത് ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ്. ഒരിക്കലും അടച്ച കണ്ടെയ്നറുകൾ ശേഖരിക്കാറില്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റും എന്താ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആണ്. അക്വാറീജിയ ഒരിക്കലും സീൽ ചെയ്യാൻ പാടില്ല, അടച്ച കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പാടില്ല. ഉണ്ടാക്കി അപ്പൊ തന്നെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാട്ടി കളയണം. ഇനി അക്വാറീജിയ എടുത്ത് സൂക്ഷിച്ചു വെച്ചാത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ അക്വാറീജിയ കാലക്രമേണ ഓക്സിഡൈസ് ചെയ്ത് വിഷാംശമുള്ള സാധനങ്ങളൊക്കെ, വാതകങ്ങളൊക്കെ രൂപപ്പെടും. സ്ഫോടനത്തിന് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കണ്ടെയ്നറിൽ അതുകൊണ്ട് മർദ്ദം ഉണ്ടാവുകയും സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും അക്വാറീജിയ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഈ അക്വാറീജിയ ദ്രാവകത്തിന്റെ കളറ് പഠിക്കുക, രാജകീയ ദ്രാവകമാണെന്ന് പഠിക്കുക, എന്തൊക്കെ അതിൽ അലിയണമെന്ന് പഠിക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിക്സ്ചർ ആണെന്ന് പഠിക്കുക, അതിന്റെ റേഷ്യോ പഠിക്കുക. പിന്നെ ഇതൊന്ന് ഗ്ലാസ് കണ്ടെയ്നറിലാണ് സൂക്ഷിക്കേണ്ടതെന്ന് പഠിക്കുക. സീൽ ചെയ്ത ബോട്ടിലിൽ ഒരിക്കലും ഇത് സൂക്ഷിച്ചു വെക്കാനും പാടില്ല എന്ന് പഠിക്കുക. ക്ലിയർ ആയോ? അക്വാറീജിയ ക്ലിയർ ആയോ? കിട്ടിയ അക്വാറീജിയ? ആരും ഒന്നും പറയണില്ലല്ലോ. എല്ലാവരും പറയേ.
എന്നാ അടുത്തേക്ക് പോവാം. ഞാൻ നിങ്ങക്ക് ഈ ഭാഗത്തുനിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടുമോ നോക്കുകയാണല്ലോ. ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇത് ഒരു പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് സോൾവ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പറയണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തരാമല്ലോ. എസ് ടി പിയിൽ 11.2 ലിറ്റർ എഴുതി വെക്കുക സൈഡിൽ എവിടെയും. എസ് ടി പിയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോൾ എണ്ണം എത്രയാണ്? വേഗം കണ്ടുപിടിച്ചേ. എസ് ടി പിയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോൾ എണ്ണം. കിട്ടിയാ? ആൻസർ കിട്ടിയാ? എസ് ടി പിയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന മോൾ എണ്ണം. ബാക്കിയുള്ളവർക്ക് കിട്ടിയാ? ആ 0.5. എങ്ങനെയാ 0.5 കിട്ടിയേ? ആ എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ തന്നേക്കണത് എസ് ടി പിയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ വാതകത്തെ അടങ്ങിയിരിക്കുന്ന മോളെണ്ണ. അപ്പൊ 11.2 ഡിവൈഡഡ് ബൈ 22.4 ചെയ്ത് കഴിഞ്ഞാൽ 0.5 കിട്ടും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നമ്മള് വേറെ ഒരു കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫിന്റെ കുറച്ച് പോർഷൻ നോക്കാം. എന്താന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് തോന്നും. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റണില്ലേ? കാണാൻ പറ്റണ്ട? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കെമിസ്ട്രിയിൽ ഇനി കുറെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പൊ ബാക്കി വലുതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഏരിയന്ന്, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ഈ കെമിസ്ട്രിയും ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ കാര്യമൊക്കെ തന്നെയാണ് പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഈ പ്രാവശ്യം ഇനിയിപ്പോ കുറച്ച് പാചകവാതം, സോപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുടെ കാര്യം പറയണേ. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാന്ന് ചോദിച്ചാൽ ബ്യൂട്ടൈൻ. നമ്മൾ യൂസ് ചെയ്യണ കുക്കിംഗ് ഗ്യാസ് LPG, അതിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാന്ന് ചോദിക്കാറുണ്ട്. ബ്യൂട്ടൈൻ ആണ് കേട്ടോ, ബ്യൂട്ടൈൻ.
ഇനി എൽ പി ജി ഉൽപ്പാദിപ്പിക്കുന്ന ബ്യൂട്ടൈൻ ദ്രവീകരിച്ച്. എൽ പി ജി എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കേട്ടോ, എൽ പി ജി, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇനി ഈ ഗ്യാസ് സിലിണ്ടറിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എൽ പി ജിക്ക് മണമൊന്നുമില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഈ ഗ്യാസ് ലീക്ക് ചെയ്താൽ വീട്ടിൽ നമുക്കൊരു സ്മെല്ല് കിട്ടാറുണ്ടല്ലോ, ഗ്യാസ് ലീക്കേജ് വരണ സമയത്ത് എന്ന് പറയും. അത് ഈ പറഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിന്റെ ചോർച്ച അറിയാൻ വേണ്ടി വേറൊരു വാതകം ചേർക്കണ്ട്. ആ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ചോർച്ച ഉണ്ടെങ്കിൽ. അതിന്റെ പേരാണ് ഈഥെയിൽ മെർക്യാപ്റ്റൻ. ഈ മറ്റേ ഫയർ ഫോഴ്സ് പോലെയുള്ള എക്സാമിന് എഴുതണവര് ഇത് എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഈ കെമിസ്ട്രിയും ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഈ ഫോഴ്സിലുള്ള എക്സാമുകൾക്ക് ചോദിക്കാറുള്ള, എപ്പോഴും ചോദിക്കണതാ. ഗ്യാസ് സിലിണ്ടറുകളിൽ പാചകവാതകത്തിന്റെ ചോർച്ച അറിയാൻ ചേർക്കുന്ന വാതകം ചോദിച്ചാൽ ഈഥെയിൽ മെർക്യാപ്റ്റൻ ആണ്. മീഥെയിൽ മെർക്യാപ്റ്റൻ എന്നൊക്കെ ഓപ്ഷനിൽ തരും, ഈഥെയിൽ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. ഇനി പ്രധാന വാതകം എന്താണ്? പ്രകൃതിവാതകം, എൽ പി ജി, വാട്ടർ ഗ്യാസ്, കോൾ ഗ്യാസ് ഒന്നും പഠിക്കണ്ട. പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാന്ന് പഠിക്കുക, അത് ബ്യൂട്ടൈൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. വാതക ചോർച്ച അറിയാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കണ വാതകം ചോദിച്ചാൽ ഈഥെയിൽ മെർക്യാപ്റ്റൻ ട്ടാ. ഇനി എൽ പി ജിയുടെ പൂർണ്ണ രൂപം ഞാൻ പറഞ്ഞാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഒരു എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം ചോദിച്ചാൽ 14.2 കിലോഗ്രാം ആണ് കേട്ടോ. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കണ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ ഭാരം ചോദിച്ചാൽ അത് 14.2 കിലോഗ്രാം ആണ്. ഇത് ക്ലിയർ ആയോ? 2-3 പോയിന്റ് ആണ് ഞാൻ പറഞ്ഞോളൂ. എൽ പി ജിയുടെ ഫുൾ നെയിം പഠിക്കുക, അത് ചോദിക്കാറുണ്ട്. എൽ പി ജി എന്ന് പറഞ്ഞ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. വാതക ചോർച്ച അറിയാൻ വേണ്ടി അതിൽ ചേർക്കണത് ഈഥെയിൽ മെർക്യാപ്റ്റൻ ആണ്. പ്രധാനപ്പെട്ട ഘടകം അതിൽ ബ്യൂട്ടൈൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആരും ഒന്നും റിപ്ലൈ തന്നില്ലല്ലോ. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ കട്ടാവണോണ്ട് കൂടിയാട്ടോ ഞാൻ ചോദിക്കണേ. ഇനി അടുത്തതാണ് പ്രകൃതിവാതകം. പ്രകൃതിവാതകം എന്ന് പറയുന്ന സാധനമാണ് നാച്ചുറൽ ഗ്യാസ്. ഒരു പ്രാവശ്യം ഡിഗ്രി ലെവലിന്റെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഈ പ്രകൃതിവാതകം എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പ്രകൃതിവാതകമാണ്. പ്രകൃതിവാതകത്തിനെ പറ്റിയാണ് ചോദിച്ചത്. എല്ലാവരും ഈ പ്രകൃതിവാതകം എന്ന് പറഞ്ഞ സാധനം ഈ ബയോഗ്യാസിന്റെ അതാണെന്ന് വിചാരിച്ച് ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അതായത് പ്രകൃതിവാതകം ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണെന്നും കണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ വന്നത്. അതായത് ഡിഗ്രി ലെവലാ. ഇംഗ്ലീഷിൽ കറക്റ്റ് നാച്ചുറൽ ഗ്യാസ് എന്ന് കൊടുത്തിരുന്നു. പ്രകൃതിവാതകം എന്ന് ഉദ്ദേശിക്കണത് ഈ ഒന്നെങ്കിൽ അത് പെട്രോളിയത്തിന്റെ ഒപ്പം കിട്ടുന്ന സാധനമാണ്. പെട്രോളിയത്തിന്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് ഈ പ്രകൃതിവാതകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഈ പ്രകൃതിവാതകത്തിന്റെ തന്നെ ശേഖരമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോ ഈ പ്രകൃതിവാതകം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, നമ്മുടെ പെട്രോള് പോലെ കഴിഞ്ഞു പോണ ഒരു സാധനമാണ്. എന്നാ നമ്മൾ ഉദ്ദേശിക്കണ ബയോഗ്യാസ് എന്ന് പറയുന്നത് അത് മറ്റേ വേസ്റ്റിൽ നിന്നും അങ്ങനെ ഡീകമ്പോസ് അങ്ങനെ കിട്ടണതാണല്ലോ. അപ്പൊ ഈ പ്രകൃതിവാതകം വേറെ, മറ്റേ ജൈവവാതകം എന്ന് പറഞ്ഞ സാധനം വേറെയാണ് കേട്ടോ. ഇത് പെട്രോളിയത്തിന്റെ ഒപ്പം കിട്ടുന്ന സാധനമാണ് ഈ പ്രകൃതിവാതകം. ഇനി പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ചോദിക്കാറുണ്ട്, മീഥേൻ ആണ്. എന്നാൽ നമ്മുടെ എൽ പി ജിയിലെ പ്രധാന വാതകം ചോദിച്ചാൽ അത് ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ഇതൊക്കെ ചെറിയ അളവിൽ കാണപ്പെടുന്നു, പക്ഷെ മെയിൻ ഘടകം ഏതാന്ന് ചോദിച്ചാൽ അത് മീഥേൻ ആണ് കേട്ടോ. ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയ പ്രകൃതിവാതകത്തിനെ പറയണ പേരാണ് CNG. CNG നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെ പറയണ പേരാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിന്റെ ഒക്കെ ഫുൾ നെയിം പഠിക്കണേ. അതായത് ഈ പ്രകൃതിവാതകത്തിനെ ദ്രാവക രൂപത്തിലാക്കിയ സാധനമാണ് CNG എന്ന് പറഞ്ഞ സാധനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഫുൾ നെയിം അറിയണേ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് മീഥേൻ എന്ന് പറഞ്ഞ സാധനം ഏതിലൊക്കെ ഉള്ളത്? CNGയിലും LNGയിലും ഉണ്ട്. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയിലെ പ്രധാന ഘടകമാണ്. ചതുപ്പ് വാതകം, മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നതാണ് ഈ മീഥേൻ ആണ് കേട്ടോ, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം ചോദിച്ചാൽ അത് മീഥേൻ ആണ്. ഗോബർ ഗ്യാസ്, ബയോഗ്യാസിലെ പ്രധാന ഘടകം ചോദിച്ചാലും മീഥേൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ മീഥേൻ ആണ്. CNG LNGയിലെ പ്രധാന ഘടകം, ചതുപ്പ് വാതകം, ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം, അതേപോലെ ബയോഗ്യാസിലെ പ്രധാന ഘടകം. എന്നാൽ നമ്മൾ യൂസ് ചെയ്യണ കുക്കിങ്ങിന് യൂസ് ചെയ്യണ LPGയില് ഉള്ള ഗ്യാസ് ഏതാന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടൈൻ ആണ് കേട്ടോ. എല്ലാവരും തെറ്റിക്കണ ഒരു പോയിന്റ് ആണത്.
ഇനി അടുത്തതാണ് ആൽക്കലോയിഡുകൾ. ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ആൽക്കലോയിഡുകൾ കേട്ടോ. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങൾ. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയ്ക്ക് പുറമെ ആൽക്കലോയിഡുകളിൽ ഓക്സിജൻ, സൾഫർ എന്നീ മൂലകങ്ങളും അപൂർവമായി ക്ലോറിൻ, ബ്രോമിൻ, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൽക്കലോയിഡുകളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു. ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ഇതിലെ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് പറയാം. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നിവയ്ക്ക് പുറമെ ആൽക്കലോയിഡുകളിലുള്ള സാധനമാണ് ഓക്സിജൻ, സൾഫർ മൂലകങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ആൽക്കലോയിഡുകളാണ് ഈ എഴുതിയേക്കണം. കാപ്പി, കോള എന്ന് പറഞ്ഞ സാധനത്തിലുള്ള ആൽക്കലോയിഡ് ആണ് കഫീൻ. കഫീൻ. പുകയില ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ആൽക്കലോയിഡ് ആണ് പുകയിലുള്ളത്? നിക്കോട്ടിൻ. മഞ്ഞളിലാണ് ഈ കുർക്കുമിൻ. കുർക്കുമിൻ. കുരുമുളക് പെപ്പറിൻ. പെപ്പർ എന്നുള്ള പറയാ, പെപ്പറിൻ. തേയിലയില് തെയിൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാപ്പി, കോള കഫീൻ, പുകയിലയില് നിക്കോട്ടിൻ, കുരുമുളകില് പെപ്പറിൻ, തേയിലയില് തെയിൻ, മഞ്ഞളില് കുർക്കുമിൻ. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്തങ്ങളെ പറയുന്ന പേരാണ് ആൽക്കലോയിഡ് കേട്ടോ. ഇനി നമുക്കറിയാം സോപ്പ്. പല രീതിയിലുള്ള സോപ്പ്, വെറൈറ്റി സോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഈ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലവണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലി. ആൽക്കലി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. pH വാല്യൂ 7 കൂടുതലുള്ളതാണ് ആൽക്കലി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന ലവണം ചോദിച്ചാൽ സോപ്പാണ് കേട്ടോ. ഇനി എണ്ണകളിലും കൊഴുപ്പുകളിലും അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ, ഒലീക് ആസിഡുകൾ, പാമിറ്റിക്, ഇനി എണ്ണകളിലും കൊഴുപ്പുകളിലും അടങ്ങിയിരിക്കുന്ന എണ്ണകൾ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ഈ പറയണത്. ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കേണ്ട, ഒലീക് ആസിഡ് അടങ്ങിയിരിക്കേണ്ട, പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്. ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന എണ്ണയിൽ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറയണതാണ്. ഇനി സോപ്പ് നിർമ്മാണത്തിനായി ആൽക്കലി ആയിട്ട് ഉപയോഗിക്കണത് നമ്മൾ പറഞ്ഞു. എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് ആൽക്കലി ആയിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന സാധനമാണ് ഈ സോപ്പ്. അപ്പൊ ഇവിടെ ആൽക്കലി ആയിട്ട് ഉപയോഗിക്കണത് ഒന്നെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ആൽക്കലി ആണ് സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലി. അപ്പൊ എണ്ണയോ കൊഴുപ്പോ ആൽക്കലി ആയിട്ട് പ്രവർത്തിച്ചാൽ കിട്ടുന്ന സാധനമാണ് സോപ്പ്. ആൽക്കലി ആയിട്ട് അവിടെ ഉപയോഗിക്കണം ഒന്നെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കുളിക്കാൻ ബാത്തിങ് സോപ്പിൽ ഉപയോഗിക്കുന്നതാണ്. മറ്റേ സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സാധനം വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. നമ്മൾ കുളിക്കാനുള്ള സോപ്പില് സോഡിയം ഹൈഡ്രോക്സൈഡ്, അലക്കാനുള്ള സോപ്പില് സോഡിയം ഹൈഡ്രോക്സൈഡും കുളിക്കാനുള്ള സോപ്പിൽ സാധാരണ നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ചേർക്കാം. എഴുതിണ്ടോ? ഇല്ല. ഓക്കെ. അതന്നെ എഴുതി, വാഷിംഗ് സോപ്പ് തന്നെ എഴുതി. ഓക്കെ. ഇനി സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് സാപ്പോണിഫിക്കേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് സാപ്പോണിഫിക്കേഷൻ. പിന്നെ ഡിറ്റർജന്റ് എന്നത് സൾഫോണിക് ആസിഡിന്റെ ലവണമാണ്. ഈ നമ്മുടെ ഈ പരിസ്ഥിതി പ്രശ്നം ഏറ്റവും കൂടുതൽ ഡിറ്റർജന്റ് ആണ്. സോപ്പിനേക്കാൾ കൂടുതൽ പരിസ്ഥിതിക്ക് പ്രശ്നം വരണത് ഡിറ്റർജന്റ് ആണ് കേട്ടോ. ഇനി സോപ്പ് നിർമ്മാണത്തില് സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ക്ലോറൈഡ്. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനം സോഡിയം ക്ലോറൈഡ്. നമ്മുടെ ട്രാൻസ്പെറന്റ് സോപ്പില്ലേ, നമ്മുടെ പിയേഴ്സ് സോപ്പ് പോലെയുള്ള സാധനങ്ങൾ ട്രാൻസ്പെറന്റ് ആവാൻ ചേർക്കുന്ന സാധനമാണ് ഗ്ലിസറോളും ആവണക്കെണ്ണ പോലത്തെ സാധനങ്ങൾ. ഗ്ലിസറോളും ആവണക്കെണ്ണയും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണ് പറഞ്ഞത്. സോപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ പറയണ പേര് സാപ്പോണിഫിക്കേഷൻ. സോപ്പ് എന്ന് പറഞ്ഞത് എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയോ ആയിട്ട് പ്രവർത്തിച്ചുണ്ടാക്കണതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുക. ഉപയോഗിക്കാറുള്ള ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ വാഷിംഗ് സോപ്പിലാണെങ്കിൽ ഉപയോഗിക്കണത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലി ആയിട്ട് ഉപയോഗിക്കണത്. പിന്നെ ട്രാൻസ്പെറന്റ് സോപ്പിൽ ആ ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണത് ഗ്ലിസറിൻ അല്ലെങ്കിൽ ആവണക്കെണ്ണ എന്ന് പറഞ്ഞ സാധനമാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവരൊന്ന് പറയോ?
ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, ആൻസർ പറയണേ. ആൽക്കലോയിഡുകളിൽ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്? സോഡിയം, നൈട്രജൻ, പൊട്ടാഷ്യം, കാൽസ്യം. ശ്രദ്ധിച്ചോർക്ക് കിട്ടും, ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം സോഡിയം, നൈട്രജൻ, പൊട്ടാഷ്യം, കാൽസ്യം. എന്താ ആൻസർ? ചോദിച്ചത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചതാണ് കേട്ടോ, 2022. ആൻസർ പറയോ? നൈട്രജൻ ആണ് കേട്ടോ. നമ്മുടെ ആൽക്കലോയിഡ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് സംയുക്താണ് ആൽക്കലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം. LPGയിലെ മുഖ്യ ഘടകം. LPGയിലെ മുഖ്യ ഘടകം. ബാക്കിയുള്ള ഒരു ആൻസർ പറഞ്ഞേ. ബ്യൂട്ടേൻ. ബ്യൂട്ടേൻ ആണ് കേട്ടോ LPGയിലെ മുഖ്യ ഘടകം. ഫസ്റ്റ് പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞല്ലോ. ഏതാ? ഈ ആൽക്കലോയിഡിന്റെ കാര്യം പറഞ്ഞതാണോ? ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം നൈട്രജൻ. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം നൈട്രജൻ. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറയാം, അത് ഒരു LDCയുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് ചോദിച്ചതാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. നിക്കോട്ടിൻ. നിക്കോട്ടിൻ. അത് നമുക്കറിയാലേ, പരസ്യത്തിലൊക്കെ കാണാറുണ്ട് അല്ലെ, നിക്കോട്ടിന്. ഓക്കെ, ഇനി അടുത്തതാണ് TFM. നിങ്ങൾ സാധാരണ സോപ്പ് വാങ്ങണവരാണെങ്കിൽ ആ സോപ്പിന്റെ പിന്നില് ഒന്ന് നോക്കി നോക്കുക, അവിടെ TFM എന്ന് പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ടാവും. എല്ലാ സോപ്പിലും എഴുതേണ്ടതാണ്. ടോട്ടൽ ഫാറ്റി മാറ്റർ. നമ്മൾ കുളിക്കുന്ന സോപ്പിലൊക്കെ TFM എഴുതിയിട്ടുണ്ടാവും. അതില് എത്രയാണ് TFM? നമ്മളിപ്പോ ലക്സ് ആണ് നല്ലത്, സന്തൂർ ആണ് നല്ലത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിയേഴ്സ് ആണ് നല്ലത് എന്നൊക്കെ നമുക്ക് തോന്നും ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിൽ. പക്ഷെ ശരിക്കും ഒരു സോപ്പിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന സാധനമാണ് TFM. ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ്. ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിന്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിന്റെ ശതമാനത്തിനെയാണ് ഈ TFM. അത് സോപ്പിന്റെ ഗുണനിലവാരം പറയുന്ന സാധനമാണ് ഈ TFM കേട്ടോ. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൽ ഉണ്ടായിരിക്കേണ്ടത് 76%. അതായത് ഒരു നല്ല ഒരു സോപ്പ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സോപ്പിനാണെങ്കിൽ TFM 76% ഉണ്ടാവേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി സോപ്പിലൊന്നും 76% ഒന്നും ഉണ്ടാവില്ല. ഒരു 70 കാണണം. 2ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 70%. തീരെ ലോക്കൽ ആയിട്ടുള്ള 3ാം ഗ്രേഡ് ടോയ്ലറ്റിന് TFM 60% താഴെ. ഈ 60ലും താഴെയുള്ള സോപ്പൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കണ സോപ്പിന്റെ ആ കവർ ഒന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ പിന്നിൽ TFM കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് 76% കൂടുതലായിരിക്കും കേട്ടോ. 76% കൂടുതലുള്ള സോപ്പുകൾ വളരെ റയർ ആയിട്ടാ കാണുള്ളൂ. ഒരു 70 അടുത്തൊക്കെ കാണുമായിരിക്കും. ഇനി അടുത്തതാണ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പ്രിസർവേറ്റീവ്. സാധാരണ നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഉപ്പ്, പഞ്ചസാരയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കും. അതെന്താ? മാങ്ങ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കണത്. പിന്നെ തേനൊക്കെ നമ്മൾ തേനിൽ, മറ്റേ നെല്ലിക്കൊക്കെ തേനിലൊക്കെ ഇട്ട് വയ്ക്കില്ലേ, അതൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ചില സാധനങ്ങൾ നമ്മൾ പഞ്ചസാര ലായനിയിൽ ഇട്ട് വയ്ക്കും, അതൊക്കെ കേടാവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പ്രിസർവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്, അസറ്റിക് ആസിഡ്, വിനാഗിരി, അച്ചാറാക്കി വെക്കില്ലേ വിനാഗിരി, സോഡിയം ബെൻസോയിറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അങ്ങനെ അറിയില്ല. സോഡിയം ബെൻസോയിറ്റ് ഒരു പ്രിസർവേറ്റീവ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഐറ്റംസ്, പാക്ഡ് ഫുഡ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ സോഡിയം ബെൻസോയിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു സാധനമാണ് പൊട്ടാഷ്യം മെറ്റാബൈസൾഫേറ്റ്, പഞ്ചസാര. ഇതൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. മിക്ക നമ്മുടെ പാക്കറ്റ് ഫുള്ളും ഈ പറഞ്ഞ സോഡിയം ബെൻസോയേറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ഇഷ്ടംപോലെ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കാണും. ഇനി മത്സ്യം അഴുകാതിരിക്കാനായിട്ട് വ്യാപകമായിട്ട് ചേർക്കുന്ന സാധനമാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ സാധനം, മത്സ്യം, മീൻ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഈ പാല് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്
ഉപയോഗിക്കുന്ന സാധനമല്ല, മെത്തേഡാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ലൂയി പാസ്ചർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത്. ലൂയി പാസ്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ ഈ പാൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കും. 70 ഡിഗ്രി സെൽഷ്യസ് വരെ പാല് ചൂടാക്കും. പാല് ചൂടാക്കി അപ്പൊ തന്നെ അത് പെട്ടെന്ന് ടെമ്പറേച്ചർ തണുപ്പിക്കും. 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കും. ഈ സാധനത്തിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. 15 മുതൽ 30 സെക്കൻഡ് വരെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ പാല് ചൂടാക്കി അപ്പൊ തന്നെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. ഇതെന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് നന്നായിട്ട് ചൂടാക്കണം. ആദ്യം നന്നായിട്ട് തിളപ്പിച്ച് പാല് ചൂടാക്കണം. പെട്ടെന്ന് ആ സാധനത്തിനെ തണുപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ വരും. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ സൂക്ഷ്മജീവികളുടെ ആ ഒരു അതിന്റെ ആ ഒരു ഇതില്ലേ, കോശസ്തരം എന്നൊക്കെ പറഞ്ഞ സാധനം, ആ സാധനം പൊട്ടിപ്പോകും. എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ, വൈറസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. കാര്യം ഈ ടെമ്പറേച്ചറിലുള്ള ഡീവിയേഷൻ അതിന് താങ്ങാൻ പറ്റില്ല. പാസ്ചറൈസേഷനിലൂടെ സൂക്ഷ്മജീവികൾ നശിക്കുന്നത് അതിവേഗത്തിലുള്ള താപ വ്യതിയാനം മൂലം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പാസ്ചറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യണേ. അത് പാലിന് വേണ്ടിയിട്ടാണ്. പാല് കേടാവാതെ ഇരിക്കാൻ ചെയ്യണ ഒരു പരിപാടിയാണ്. ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലൂയി പാസ്ചർ. ഇനി നമുക്ക് പഞ്ചസാരയിലെ പ്രധാന ഘടകങ്ങളും നമ്മൾ മുന്നും പഠിച്ചിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് പഞ്ചസാരയിലെ പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പഞ്ചസാര എന്ന് പറയുന്ന പേരാണ് സൂക്രോസ്. നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് കേട്ടോ. ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. സെല്ലുലോസ് ആണ് എന്നറിയപ്പെടുന്നത് ഫ്രക്ടോസ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സുക്രോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസ് കേട്ടോ. പിന്നെ കൃത്രിമമായിട്ടുള്ള ഷുഗേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സാക്കറിൻ ഒരു കൃത്രിമ പഞ്ചസാരയാണ്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ആണ് അസ്പാർട്ടൈം എന്ന് പറഞ്ഞ സാധനം. അസ്പാർട്ടൈം ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ചോദിക്കാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സാക്കറിൻ ട്ടോ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. സാധാരണ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരം ഉണ്ട് അതിന്. ഇനി 300 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടൈം. നിങ്ങൾ സാക്കറിനും അസ്പാർട്ടൈമും ഒരു കൃത്രിമ പഞ്ചസാരയാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി സാധാരണ പഞ്ചസാരയേക്കാൾ 600 ഇരട്ടി മധുരമുള്ള രാസവസ്തുവാണ് സൂക്രലോസ്. പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന സാധനം അസ്പാർട്ടൈം. അപ്പൊ പഞ്ചസാരയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സൂക്രോസ് ആണ്. ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് ആണ്. കൃത്രിമ പഞ്ചസാരയ്ക്ക് എക്സാമ്പിൾ ആണ് സാക്രിനും അസ്പാർട്ടൈം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇതിന്റെ മധുരത്തിന്റെ അതൊന്ന് പഠിക്കുക. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ചോദിച്ചാൽ സാക്കറിൻ ട്ടോ. നമ്മുടെ പോളിമറിന്റെ ഭാഗം കുറച്ച് പറഞ്ഞതാണ് ഇതിൽ പഠിക്കേണ്ടത്. ബലമുള്ള നൂലുകൾ ഉപയോഗിക്കുന്ന പോളിമർ ഫൈബർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ടതാണ്, എന്നാലും ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ. ഇത് പഠിക്കുക. മത്സ്യബന്ധന വലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നെറ്റ്, പാരച്ചൂട്ടുകള്, തുണിത്തരം, ചരട്, അത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പേര് നൈലോൺ. നൈലോൺ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ഈ മീൻ പിടിക്കണവര് ആ വലയിലും പാരച്ചൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ആ നൂലാണ് നൈലോൺ. അതിൽ ഉപയോഗിക്കുന്ന സാധനം നൈലോൺ ട്ടോ. പിന്നെ വസ്തുക്കൾ പൊതിയുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ എന്നൊക്കെ അറിയാം. നമ്മുടെ വീട്ടിലെ സ്വിച്ചുകള്, പ്ലഗുകള്, ബട്ടൺ, സോപ്പും പെട്ടി, വൈദ്യുത ഉപകരണങ്ങള്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. പാചക പാത്രങ്ങളുടെ കൈപ്പിടി, അതൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ബേക്കലൈറ്റ്. പാചക പാത്രങ്ങളുടെ കൈപ്പിടിക്ക് ഉപയോഗിക്കുന്ന സാധനം ബേക്കലൈറ്റ്. ഈ നോൺ സ്റ്റിക് പാനുകളുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന കോട്ടിംഗ് ചോദിച്ചാൽ അത് ടെഫ്ലോൺ കോട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാന്ന് ചോദിച്ചാൽ അത് ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ ചോദിച്ചാൽ അത് നിയോപ്രീൻ ആണ്. ആദ്യത്തെ കൃത്രിമ സെല്ലുലോസ് ചോദിച്ചാൽ അത് റയോൺ ആണ്. അല്ലെങ്കിൽ ആദ്യത്തെ കൃത്രിമ പട്ട ഏതാന്ന് ചോദിച്ചാലും റയോൺ. ആദ്യത്തെ കൃത്രിമ നൂല് ഏതാന്ന് ചോദിച്ചാൽ നൈലോൺ. ഈ നൈലോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാരച്ചൂട്ടിലും അതേപോലെ തന്നെ മത്സ്യബന്ധന വലകളിലൊക്കെ യൂസ് ചെയ്യണത് നൈലോൺ ആണ്. ആദ്യത്തെ കൃത്രിമ പട്ടി ചോദിച്ചാൽ അത് റയോൺ ആണ് കേട്ടോ. ഇനി കുറച്ച് മോണോമറും പോളിമറും ഉപയോഗമാണ് പറയണത്. ഇതൊക്കെ ചോദിക്കാണ്ട്.
വിനൈൽ ക്ലോറൈഡ്, PVC, പോളി വിനൈൽ ക്ലോറൈഡ്. അതായത് നമ്മൾ പറഞ്ഞു മൊണോമറുകൾ കൂടി ചേർന്നാണ് പോളിമർ ഉണ്ടാവണേന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ആണ്, അല്ല സോറി, പോളി വിനൈൽ ക്ലോറൈഡിന്റെ മൊണോമർ ആണ് വിനൈൽ ക്ലോറൈഡ്. നമ്മൾ എവിടെ ഉപയോഗിക്കണ, പൈപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മുടെ വീട്ടില് പൈപ്പ്, പ്ലംബിങ്ങിനൊക്കെ പൈപ്പില്, ഹെൽമെറ്റ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ചോദിക്കാറുണ്ട്, PVCയുടെ മൊണോമർ ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വിനൈൽ ക്ലോറൈഡ് എന്ന് എഴുതാം. ഈ വിനൈൽ ക്ലോറൈഡിന്റെ പോളിമർ ഏതാന്ന് ചോദിച്ചാൽ അത് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിൽ തന്നെ ഉണ്ട് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. ഇത്തീൻ എന്ന് പറഞ്ഞ സാധനമാണ് പോളിത്തീന്റെ മൊണോമർ. മൊണോമറുകൾ കൂടി ചേർന്നാണല്ലോ പോളിമർ ഉണ്ടാവണേ. അപ്പൊ പോളിത്തീന്റെ മൊണോമർ ആണ് ഇത്തീൻ. നമ്മുടെ ക്യാരി ബാഗ്, കവർ, റെയിൻ കോട്ട് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ബേക്കലൈറ്റിന്റെ മൊണോമർ, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാൻ ഒരു ബന്ധമില്ലാത്ത സാധനം ആയതുകൊണ്ട്. ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ് ബേക്കലൈറ്റിന്റെ മൊണോമർ. ഇത് എവിടെ ഉപയോഗിക്കണ, സ്വിച്ചില്, പ്ലഗുകൾ, നേരത്തെ ഞാൻ പറഞ്ഞാണ് പാചക പാത്രത്തിന്റെ കൈപ്പിടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണത്. ടെഫ്ലോൺ കോട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, നോൺ സ്റ്റിക് പാചകത്തിന്റെ ഉള്ളിലുള്ള പ്രതലം ഉണ്ടാക്കാൻ. അതിന്റെ മൊണോമർ ആണ് ടെട്രാ ഫ്ലൂറോ ഇതേൻ. ടെഫ്ലോണിന്റെ മൊണോമർ ടെട്രാ ഫ്ലൂറോ ഇതേൻ. പിന്നെ ഈ പറഞ്ഞ ബബിൾക്കത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് പോളി വിനൈൽ അസറ്റേറ്റ്. അതിന്റെ മൊണോമർ വിനൈൽ അസറ്റേറ്റ്. പശ, പെയിന്റ്, തുണിത്തരങ്ങൾ, പേപ്പർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാ? ആൻസർ പറഞ്ഞേ. ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാ? പോളി വിനൈൽ അസറ്റേറ്റ്. പോളി വിനൈൽ അസറ്റേറ്റ് കേട്ടാ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷനിൽ വേറെ ഉണ്ടായത് ബേക്കലൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞു പാചക പാത്രത്തിന്റെ പിടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ഓപ്ഷൻ ഉണ്ടായിരുന്നു PVC ആണ്, പോളി വിനൈൽ ക്ലോറൈഡ്, നമ്മുടെ വീട്ടിലെ പൈപ്പ് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം. ഓപ്ഷൻ ഡി ചോദിച്ചത് ടെഫ്ലോൺ ആണ്. ഞാൻ പറഞ്ഞു നോൺ സ്റ്റിക് പാനിന്റെ ഉള്ളിലുള്ള കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് ടെഫ്ലോൺ. ഇനി കുറച്ച് ഔഷധങ്ങളാണ്, ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അനാൾജസിക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അനാൾജസിക്. അനാൾജസിക് എന്താന്ന് ചോദിച്ചാൽ അത് വേദന കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അനാൾജസിക്. എക്സാമ്പിൾ ആണ് മോർഫിൻ. മോർഫിൻ ഒക്കെ നമ്മൾ ലഹരിയുടെ പരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലാണ്ട് സാധാരണ അനാൾജസിക് ഒരു ട്രീറ്റ്മെന്റിന്റെ പർപ്പസിന് വേദന കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ആസ്പിരിനും അതേപോലെ തന്നെ മോർഫിനും ഒക്കെ. അത് അനാൾജസിക്കുകളാണ് കേട്ടോ. വേദന കുറയ്ക്കുന്ന ഔഷധമാണ് അനാൾജസിക്. ആന്റിപൈററ്റിക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് പാരസെറ്റമോൾ ആണ് അതിന്റെ എക്സാമ്പിൾ. ശരീര താപനില കുറയ്ക്കുന്ന സാധനമാണ് ആന്റിപൈറൈറ്റീസ്. ഇനി അന്റാസിഡ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വൈറൽ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അന്റാസിഡ്. ആന്റിസെപ്റ്റിക്, അത് നമ്മുടെ ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ ഡെറ്റോള്, ബിത്തിയോണലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിങ്ചർ അയോഡിൻ, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റോളൊക്കെ ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യില്ലേ, അത് ഈ ശരീരത്തിന് പുറത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ എക്സാമ്പിൾ ആണ് പെനിസിലിൻ, എറിത്രോമൈസിൻ. ഇതൊക്കെ നമ്മുടെ ഉള്ളില് സൂക്ഷ്മാണുക്കൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ആന്റിബയോട്ടിക്. നമ്മൾ പനിയോ അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്ക് കുറെ ആന്റിബയോട്ടിക് എഴുതി വരും. അത് തന്നെ. ട്രാൻകുലൈസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ഡിപ്രഷന് ഉള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ട്രാൻകുലൈസർ. അതിന് എക്സാമ്പിൾ ആണ് ഇക്വിനൈൽ, സൈക്കനോൾ, മെബ്രോമേറ്റ എന്ന് പറഞ്ഞ സാധനം. ഇതില് ഈ സാധനങ്ങളൊക്കെ എന്താന്ന് പഠിക്കുക. ആന്റിപൈററ്റിക് എന്താണെന്ന് ചോദിക്കും. അതെന്താ? ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള സാധനം. ട്രാൻകുലൈസർ എന്താ? ഡിപ്രഷന് വേണ്ടിയുള്ള ഔഷധമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആന്റിസെപ്റ്റിക് എന്താ? ശരീരത്തിന് പുറത്തുള്ള രോഗകാരികൾ നശിപ്പിക്കാനാണ്. ആന്റിബയോട്ടിക് എന്താ? ശരീരത്തിനകത്തുള്ള രോഗകാരികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അന്റാസിഡ് വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാനുള്ളത്. അനാൾജസിക് എന്തിനാ? വേദന കുറയ്ക്കാൻ. അതിന്റെ പർപ്പസ് പഠിക്കുക ഔഷധങ്ങളുടെ. പിന്നെ ഡിസിൻഫെക്റ്റന്റ് ആണ് നമ്മൾ ഈ തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമില്ലേ, അതാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞ സാധനം. ഫീനോള് പോലത്തെ സാധനം. ഇനി ആന്റിഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് അലർജിക്ക് എതിരെ ഉപയോഗിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ആന്റിഹിസ്റ്റമിൻ. പിന്നെ ഗ്ലാസിന്റെ കുറച്ച് കാര്യമാണ്. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ് എന്നാണ് പറയണത്. സൂപ്പർ കോൾഡ് ലിക്വിഡ് എന്ന് അറിയപ്പെടുന്ന എന്താന്ന് ചോദിച്ചാൽ ഗ്ലാസ് ആണത്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ് ഗ്ലാസ് ലയിക്കുന്നത്. ഇനി ഈ ഗ്ലാസിന് നിറം നൽകുന്ന കുറച്ച് സംക്രമണ മൂലകങ്ങളുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. പച്ച കളർ ഗ്ലാസ്സിന് കൊടുക്കുന്നത് ഫെറസ് ലവണാണ്. മഞ്ഞ കളർ കൊടുക്കുന്നത് ഫെറിക് ലവണാണ്. കൊബാൾട്ട് നീല കളറാണ് കൊടുക്കുന്നത്. ഞാൻ പറയണത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് കാഡ്മിയം സൾഫൈഡ്,
അത് മഞ്ഞ കളറാണ് കൊടുക്കണത്. ക്രയോലൈറ്റ് വെള്ള. ഇത്രയെങ്കിലും പഠിച്ചിരിക്കുക. ഇത്രയും സാധനം ഫെറസ് പച്ചയും ഫെറിക്ക് മഞ്ഞയും കൊബാൾട്ട് നീലയാണെന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ചോദിക്കാറുള്ളത് കാഡ്മിയം സൾഫൈഡ് ചോദിക്കാറുണ്ട്, മഞ്ഞ. അതായത് നമ്മുടെ ഗ്ലാസ്സിന് പല കളർ കൊടുക്കുന്ന സാധനമാണ്. അതിൽ ഉപയോഗിക്കുന്ന സംക്രമണ മൂലകങ്ങൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ആണെന്നൊക്കെ പണ്ട് പഠിച്ചിരുന്നു. ആ സാധനത്തിൽ വരണതാണ്. ഇത്രേ ഉള്ളൂ കെമിസ്ട്രിയും ഡെയിലി ലൈഫിൽ. ഇത് ക്ലിയർ ആയോ? കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് ചോദിച്ചത്. അറിയുമെങ്കിൽ പറഞ്ഞേ, കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം. ജസ്റ്റ് ഒന്ന് കേട്ടു പോവാ. എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കാണ്ട് കിട്ടില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, മനസ്സിലാക്കാനുള്ള കാര്യമല്ല. അതുകൊണ്ട് കേട്ടിരിക്കുക. അപ്പൊ കുറെ പറയുമ്പോ കിട്ടും. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന മഞ്ഞ കളർ കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഞാനിപ്പോ അവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിറ്റിയോണൽ ആന്റിസെപ്റ്റിക് ആണ് എന്ന് ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഓപ്ഷൻ 2 സെക്വനൽ ആന്റിസെപ്റ്റിക് ആണ്. ഓപ്ഷൻ 3 ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണെന്ന് അറിയാം. നമ്മൾ തറയൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അത് ശരിയാണെന്ന് അറിഞ്ഞാൽ തന്നെ ആ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ബിത്തിയോണൽ പഠിച്ചിരിക്കുക. ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറിവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്യണ സാധനമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ആൻസർ കേട്ടോ. ബിത്തിയോണൽ ആന്റിസെപ്റ്റിക്. നിങ്ങൾ വെറുതെ കേട്ട് പോവാ. ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോള് ഡിസിൻഫെക്റ്റന്റിലാണ് കേട്ടോ. ഇതൊരു 10th ലെവൽ പ്രിലിംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല്. ആൻസർ പറഞ്ഞേ. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല്. ഇതൊരു പ്രിലിംസിന് ചോദിച്ചതാണ്. ഏതാന്ന് ഒന്നുകൂടി പറയോ? നൈലോൺ ആണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂല് കേട്ടാ. താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോപ്ലാസ്റ്റിക് പഠിച്ചിരുന്നു. ഓപ്ഷൻ എ ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി മെലാമിൻ ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ സി പോളിസ്റ്റർ, ഓപ്ഷൻ ഡി PVC. ഏതാ തെർമോപ്ലാസ്റ്റിക്? കഴിഞ്ഞ ക്ലാസ് പഠിച്ചവർക്ക് കിട്ടും. PVC അല്ലെ. PVC എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ്. ഇനി വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സംയുക്തം. ഓപ്ഷൻ എ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി പൊട്ടാഷ്യം ക്ലോറൈഡ്, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏത് സാധനമാണെന്നാണ് ഞാൻ പറഞ്ഞത്? വാഷിംഗ് സോപ്പില്, അലക്കണ സോപ്പിൽ ഏതാണെന്ന് പറഞ്ഞേ? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. ഇനി നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. 2ാം ഗ്രേഡ് സോപ്പില് 70% കേട്ടാ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഓപ്ഷൻ എ സാക്കറിൻ, ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ്, ഓപ്ഷൻ സി സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി സോഡിയം കാർബണേറ്റ്. ഏതാ? ഓർമ്മയുണ്ടാ? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ സോഡിയം ബെൻസോയേറ്റ് കേട്ടാ. സോഡിയം ബെൻസോയേറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാല് കേടാകാതെ ഇരിക്കാൻ സൂക്ഷിക്കുന്ന രീതി ഓർമ്മയുണ്ടോ? പാസ്ചറൈസേഷൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ്യത്തിന്റെ സംയുക്തം ഏതാ? ഓർമ്മയുണ്ടോ? പൊട്ടാഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിലാണെന്നുണ്ടെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പിലാണെങ്കിൽ കുളിക്കണ സോപ്പില് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഞാൻ തെറ്റാതിരിക്കാൻ വേണ്ടി പഠിച്ചത് പൊട്ട സോപ്പാണ് വെച്ചാണ് നമ്മൾ കുളിക്കണേ എന്നാണ്. അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് ആണെന്ന് മാറില്ല. സോഡിയം ആണോ പൊട്ടാഷ്യം ആണോ എന്നാണല്ലോ മാറുക. ഓക്കെ. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാ?
ദ്രവീകൃത പെട്രോളിയം, അതായത് പാചകവാതത്തിലെ പ്രധാന ഘടകമാണ് ഈ ചോദിക്കണത്. അറിയോ? ബ്യൂട്ടൈൻ ട്ടാ, ബ്യൂട്ടൈൻ. ചിലപ്പോ LPGയിലെ പ്രധാന ഘടകം എന്നായിരിക്കും ചോദിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം. എന്തെങ്കിലുമൊക്കെ കിട്ടാളേ, മുഴുവൻ കിട്ടിയില്ലല്ലോ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണാണ് സോപ്പ് ട്ടാ, സോപ്പ്. ഞാൻ എടുത്തു പറഞ്ഞതല്ലേ. സോപ്പ്. ഇനി സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന എന്താ? ഇത് 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ തന്നേക്കണ പോയിന്റുകൾ ഒന്നും വിടരുത് കേട്ടോ. ഇനി എന്തെങ്കിലും കെമിസ്ട്രിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ തൽക്കാലം നമ്മൾ കെമിസ്ട്രി മൈൻഡ് അപ്പ് ചെയ്യാണ്. ടോപ്പിക് ഒരുവിധം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കെമിസ്ട്രി പോർഷൻ മൊത്തം കഴിഞ്ഞ? മുഴുവൻ കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചോളൂ. എല്ലാ സിലബസും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.